Hello and welcome to yet another beautiful evening on Youngistan. ഇവിടെയുണ്ട് ന്യൂസ്, വ്യൂസ്, ഒപ്പീനിയൻസ്, മസ്തി, മസ ആൻഡ് മീ റമിത ജോൺ. ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു കേരളത്തിൽ. കൊച്ചിയിൽ ഈ തേഴ്സ്ഡേ ലേസർ ഷോ ഇനോഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അതോടൊപ്പം ഹീലിയം ബലൂൺസ് വരാൻ പോകുന്നു ഈ സിറ്റിയിൽ. ഓണം സീസൺ ആകുന്നതുകൊണ്ട് റോഡ് സൈഡിൽ ഫ്ലവർ സെയിൽസ് എല്ലാം തുടങ്ങി. കോയമ്പത്തൂർ, സേലം, നാഗർകോയിൽ, തോവാലം അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തു നിന്നും ഫ്ലവേഴ്സ് ആർ ഫ്ലോയിങ് ഇൻ ടു ദ സിറ്റി. കൊച്ചിയിലെ മെട്രോ കൺസ്ട്രക്ഷൻസ് ആണെങ്കിൽ ട്രിവാൻഡ്രത്ത് മോണോ റെയിൽ പ്ലാൻസ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് വിത്ത് ഗ്രേറ്റ് ഡിസ്ഗ്രേസ് ദാറ്റ് ഐ ഹാവ് ടു സേ കേരളം അന്നും ഇന്നും ഹർത്താലിന് മുമ്പിലാണ്. ഇന്ന് ഓൾ കേരള ഹർത്താൽ. സ്റ്റിൽ ദർ ആർ സോ മെനി യങ്സ്റ്റേഴ്സ് അഗൈൻസ്റ്റ് ദിസ്. അറ്റ് ദ സെയിം ടൈം ഈ കാര്യം വളരെ ലൈറ്റായിട്ട് കാണുന്ന ആൾക്കാരും ഉണ്ട്. സോ അതിനു മുമ്പ് ഇന്ന് ഹർത്താലായിട്ടും യങ്കിസ്ഥാനിൽ വി ഹാവ് എ യങ് ടാലൻറ്റ്, അനീഷ് ജി മേനൻ. ദൃശ്യം എന്ന സിനിമയിലൂടെ മോഹൻലാലിൻ്റെ ബ്രദർ ഇൻ ലോ ആയി അഭിനയിച്ച a youngster who made his mark. So let me welcome Anish to the show. Thank you very much for coming on my show. So Anish, ആദ്യം ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു ഹർത്താൽ ദിവസം? പതിപോലെ ഹർത്താൽ ഇപ്പോൾ എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ വീട്ടിൽ എല്ലാവരും സത്യം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് പലരും കുപ്പി വാങ്ങാൻ ഓടിയിട്ടുണ്ടായിരുന്നു ഞാൻ. അത് ശരി. അത് സീരിയസ്ലി എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും ചെയ്യാനില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്തിറങ്ങിയാൽ എയർ പേടിക്കണം, നമ്മുടെ വണ്ടിയില്ലേ നമ്മൾ നോക്കണം. പിന്നെ അതുകൊണ്ട് വീട്ടിലാണ് എല്ലാവരും ഇപ്പോൾ. അത് കാരണം സത്യം പറഞ്ഞാൽ 90% പേർക്കും ഇപ്പോൾ ഹർത്താലിനോട് അനുകൂലിക്കാൻ പറ്റില്ല. എന്നാലും എല്ലാവരും ഇപ്പോൾ വീട്ടിൽ ഒരു വഴിയില്ലാത്തതുകൊണ്ട് അത് ആഘോഷിക്കേണ്ട ഒരു ഹോളിഡേ ആഘോഷിക്കുന്നു അല്ലേ? ഹോളിഡേ. അതുപോലെ തന്നെ അനീഷും അതുപോലെ ആഘോഷിച്ചോ ഹോളിഡേ? ആഘോഷിച്ചിട്ടില്ല. ആഘോഷിച്ചെന്ന് ഇവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ദൃശ്യത്തിലൊരു പൊളിറ്റീഷ്യൻ ആയിട്ടാണ് അഭിനയിച്ചത് അല്ലേ? സോ അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടിയോട് വല്ലോ ഇൻക്ലിനേഷൻ ഉള്ള ഒരു വ്യക്തിയാണോ? ഏതെങ്കിലും ഐഡിയോളജിയോട് താല്പര്യം കൂടുതലുള്ള വ്യക്തിയാണോ? അങ്ങനെ ഇന്ത്യൻ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് നമുക്കൊരു ഇതുണ്ടായിരിക്കുമല്ലോ, ഇഷ്ടമുണ്ടായിരിക്കും. അങ്ങനെ എനിക്കുണ്ടൊരു പാർട്ടി. അത് ജനപക്ഷത്ത് എപ്പോൾ നിൽക്കുന്നു അപ്പം ഞാൻ ആ പാർട്ടിയുടെ ഒപ്പം ഉണ്ടാവാറുണ്ട്. കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ആ പാർട്ടിയോട് പോലും നമുക്ക്, അല്ലെങ്കിൽ പാർട്ടിയോട് നമുക്കൊരിക്കലും ദേഷ്യം തോന്നില്ല. പാർട്ടി നേതൃത്വത്തോട് ചിലപ്പോൾ നമുക്ക് താല്പര്യക്കുറവുണ്ടായിരിക്കും. ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ ആ ഒരു മൈൻഡിൽ നിന്ന് കുറച്ച് മാറി നിൽക്കും. പിന്നെ വോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആ പാർട്ടിക്ക് തന്നെ കുറിച്ചു. അത് പ്രോഗ്രാംഡ് ആണ് അല്ലേ? വോട്ട് വരുമ്പോൾ എന്തായാലും നമുക്ക് ചെയ്തേ പറ്റൂ, കാരണം നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന മുഴുവനല്ലേ. ഓക്കെ. ഈ ഹർത്താൽ പറയുമ്പോൾ യങ്സ്റ്റർ എന്നുള്ള നിലയിൽ ഫ്രീഡം ഓഫ് റൈറ്റ് ഫോർ എ യങ്സ്റ്റർ അത് വയലേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സിനിമാസിൽ നമ്മൾ കാണുന്ന, ഇപ്പോൾ ഞാനൊരു സിനിമ ആക്ടർ എന്നുള്ള രീതിയിൽ സിനിമാസിൽ നമ്മൾ കാണുന്ന കാഴ്ചകളിലെ പോലെ തന്നെ ഭീകരമാണ് പലപ്പോഴും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കാണുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു കസിൻ ശരിക്കും പറഞ്ഞാൽ ഈ പാമ്പ് കടിയേറ്റിട്ട് ഭയങ്കര ബുദ്ധിമുട്ടി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അത് അന്ന് എനിക്ക് ഓർമ്മയില്ലേ എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെ അവരുടെ ജീവൻ രക്ഷിക്കാൻ ആർക്കും പറ്റിയില്ല. അന്ന് ബന്ധായിരുന്നു, ഇന്ന് ഹർത്താലായി. രണ്ടിനും ഒരേ സ്വഭാവമാണ്, ഉപയോഗിക്കാറ്. രണ്ടും സെയിം ആണ്. ഇപ്പോഴും നിൽക്കുന്ന അന്നത്തെ ബന്ധാണ് ഇന്നത്തെ ഹർത്താൽ, ഒരു വ്യത്യാസമില്ല. അതെ, ആർക്കും വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല, ആർക്കും എല്ലാവരും മുറിക്കകത്തിരിക്കണം എന്നുള്ള ഒരു പ്രതീതി അല്ലേ? സോ ഇത് കാരണം എനിക്ക് തോന്നി ഇന്ന് കൊച്ചിയിലല്ല കേരളത്തിലാകെ ഒരു ക്യാമ്പയിൻ നടന്നായിരുന്നു, സേ നോ ടു ഹർത്താൽ എന്ന് പറഞ്ഞ ഒരു യങ്സ്റ്റേഴ്സ്, കുറെ ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സ് അവർ വണ്ടികൾ ഇറക്കി അവർ തന്നെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചു. സോ അവരുടെ ഒരു കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദാറ്റ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെ പ്രതിഷേധവും ആവശ്യമാണ്. പക്ഷേ അത് കേരളത്തിലെ 3 കോടി ജനങ്ങളെ ബന്ദികളാക്കിക്കൊണ്ടുള്ള ഒരു സമരത്തിലൂടെ ആയിരിക്കരുത് ഇത്തരത്തിലുള്ള പ്രതിഷേധം. ഏത് വിഷയത്തിലാണെങ്കിലും ഹർത്താൽ ഒരു സമരരീതിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ ഒരു മുന്നേറ്റമാണ് സേ നോ ടു ഹർത്താൽ. കഴിഞ്ഞ 4 വർഷമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ നടക്കുന്ന ഹർത്താലിനെതിരെയും പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ്. ഇന്നും അതേപോലെ തന്നെ സാധാരണ ജനങ്ങളെ, ബുദ്ധിമുട്ടനുഭവിക്കുന്ന സാധാരണ ജനങ്ങളെ ഞങ്ങൾ വോളണ്ടിയർമാർ നഗരപരിധിക്കുള്ളിൽ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവന്നാക്കും. ഞങ്ങൾ ക്രിയാത്മകമായ രീതിയിൽ ഈ ഹർത്താലിനെതിരെ പ്രതിഷേധിക്കുക. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾ അവരുടെ ഒരു ദിവസത്തെ വേതനവും കളഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി വീടിനകത്തിരുത്തിയതിനു ശേഷം തങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ നടപ്പിലായി അല്ലെങ്കിൽ അതിന് ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ സമരാഭാസത്തിനെതിരെയാണ് ഈ പ്രതിഷേധം. ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ ഞങ്ങളിപ്പോൾ ഫേസ്ബുക്കിലും ഓൺലൈനായിട്ടുള്ളതാണ് ഇതിനകത്തുണ്ട്. ഓൺലൈനായിട്ടുള്ളതിൻ്റെ ഏകദേശം 8000 മേലെയുള്ള സപ്പോർട്ടേഴ്സ് ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരു വാഹന ജാഥയായിട്ട് നഗരത്തിലൂടെ ഒരു വാഹന പ്രകടന ജാഥ നടക്കും. അതിനുശേഷം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, എറണാകുളം ബസ് സ്റ്റാൻഡ്,
അതുപോലെ നഗരപരിധിക്കുള്ളിൽ ആൾക്കാർ ആരൊക്കെയാണോ വാഹനം കിട്ടാതെ നിൽക്കുന്നത് അവരെ ഒരു ചാർജും ഇല്ലാതെ ഫ്രീ ഓഫ് കോസ്റ്റ് അവരെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ ഇപ്പോൾ 9 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും വൈകുന്നേരം 6 മണി വരെ ഉണ്ടാവും. വാഹനങ്ങൾ ഓടി തുടങ്ങുന്നവരെ ഞങ്ങളുടെ സേവനം. എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്ന വോളണ്ടിയേഴ്സ് എല്ലാം അവരുടെ കയ്യിൽ നിന്ന് കാശ് ചിലവാക്കി ഡീസലും പെട്രോളും അടിച്ച് തന്നെയാണ് ക്യാമ്പയിൻ നടക്കുന്നത്. നഗരപരിധിക്കുള്ളിൽ ഫോർട്ട് കൊച്ചി, പള്ളുരുത്തി, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കളമശ്ശേരി വരെ പോകും. കൊച്ചിയിൽ നിന്നിപ്പോൾ ഫംഗ്ഷൻ ചെയ്യുന്നത് ഏകദേശം 100-100ഓളം പേര് ഇന്ന് ഇറങ്ങും. അവർ വാഹനങ്ങളായിട്ടും ബൈക്കുകളായിട്ടും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക എന്നുള്ളൊരു ഇതിൻ്റെ പുറത്താണ്. ഒരു അവയർനെസ് വേണമെന്ന് തോന്നിയിട്ടുണ്ടോ ഇതിന് അഗേൻസ്റ്റ് ആയിട്ട്? എന്താണെന്ന് വെച്ചാലേ ഇപ്പോൾ കണ്ട കാഴ്ച നല്ലൊരു ഉണർവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഭൂരിപക്ഷവും ന്യൂനപക്ഷം ഉണ്ടല്ലോ, അത് ഞാൻ വേറെ രീതിയിലല്ല പറയുന്നത്. ഇപ്പോൾ ഹർത്താൽ അനുകൂലിക്കുന്നതിന് ഓപ്പോസിറ്റ് ചെയ്താണ് പറയുന്നത്. അപ്പോൾ ഹർത്താൽ അനുകൂലിക്കുന്നത് എപ്പോഴും ഒരു ന്യൂനപക്ഷമാണ്, വളരെ എണ്ണത്തിൽ കുറവുള്ള ആൾക്കാർ. മറ്റ് ഭൂരിപക്ഷം ആൾക്കാരും ഹർത്താലിനെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർ. അതേത് പാർട്ടി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആ ഭൂരിപക്ഷം വോട്ട് ചെയ്തിട്ടാണ് എന്നും ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നിട്ടുള്ളത്. അത് നമ്മുടെ അവിടെ. അല്ലാതെ ഒരു പാർട്ടിയിൽ ഇപ്പോൾ എൻ്റെ പാർട്ടിയുടെ ആൾക്കാർ മാത്രം വോട്ട് ചെയ്താൽ എൻ്റെ പാർട്ടി ജയിക്കുന്നില്ല. ഈ ഭൂരിപക്ഷം മാറി നിൽക്കുന്ന ആ ഭൂരിപക്ഷമാണ് എപ്പോഴും ഒരു ഡിസിഷൻ എടുക്കുന്നതും ആ ഡിസിഷനിലൂടെ ഒരു അധികാരത്തിൽ ഒരു പാർട്ടി എത്തുന്നതും. അപ്പോൾ ഇത് നല്ല തുടക്കമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും. ഇപ്പം നമ്മളുടെ ആൽക്കഹോൾ എല്ലാം ബാൻ ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത വന്നു. അതുപോലെ ഹർത്താൽ ബാൻ ചെയ്യണമെന്ന് ഒരു യങ്സ്റ്റർ എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ബന്ദിൻ്റെ ഒരു വിഷമം അനുഭവിച്ച ഒരു ഫാമിലിയാണ് ഞാൻ. അപ്പോൾ അതുപോലെ ആയിരക്കണക്കിന് ഫാമിലി ഉണ്ടായിരിക്കും. അപ്പോൾ ബന്ദ് മാറി ഹർത്താൽ വന്നപ്പോഴും പേര് മാത്രം മാറുന്നു, സ്വഭാവം മാറുന്നില്ല, ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ അഡിക്റ്റഡ് ടു ലൈഫിൽ മെമ്പറാണ്. ഞാൻ മമ്മൂക്കയാണ് അതിൻ്റെ അംബാസിഡർ. അപ്പോൾ ഞാനതിൽ മെമ്പറാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഫേസ്ബുക്ക് ത്രൂ ഞാൻ ഗാസ ഓപ്പോസിറ്റ് ചെയ്തിട്ടൊരു പോസ്റ്റർ ചെയ്തിരുന്നു. അപ്പോൾ സ്ട്രോങ്ലി സപ്പോർട്ട് ഗാസ എന്ന് പറഞ്ഞിട്ട് സംഭവം. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അതിന് 40+ ലൈക്സ് വന്നു, 40,000 പ്ലസ്. അപ്പോൾ അത് വന്ന സമയത്ത് അതിന് ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ അങ്ങനെ വന്നു. ഇത് മറ്റേ അത് ജാതിയുടെയും മതത്തിൻ്റെയും കളറിൻ്റെയും നിറത്തിൻ്റെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട്. അതുപോലെ തന്നെ ഇതൊന്നും ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. ഒരു അത് ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരും അനുകൂലിക്കുന്ന ആൾക്കാരും പറ്റുന്നത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഭൂരിപക്ഷം യുവാക്കളും ഇത് അനുകൂലിക്കും എന്നുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട്. അനുകൂലിക്കുമെന്നാണ് ഇത് വേണ്ട എന്നുള്ളതിൽ. ഓക്കെ, നമുക്ക് എന്തായാലും കേട്ട് നോക്കാം. യങ്സ്റ്റേഴ്സിനോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. Can we have the footage please? ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ ശരിക്കും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല, ഞങ്ങൾക്കൊരു പ്രോസസ്സിങ് ജീവിതത്തിൽ നടക്കുന്നില്ല. ഒരു ഡെത്ത് ഡേ പോലെയാണ് ആക്ച്വലി ഹർത്താൽ. ഞാൻ കച്ചേരിപ്പടി ഒരു CF ഫോമിൽ CA സ്റ്റുഡൻറ്റ് ആർട്ടിക്കിളായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഒരു +2 സ്റ്റാൻഡേർഡ് വരെയൊക്കെ ഞങ്ങളത് ആസ്വദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പഠിക്കുന്നത് അതല്ല. ഇപ്പോൾ ഞങ്ങൾക്കൊരു ക്ലാസ് ഞങ്ങളൊക്കെ പുറത്തുനിന്ന് വന്ന് സാർമാർ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അവരൊക്കെ ഇത്രയും പുറത്തുനിന്ന് വന്ന് ഞങ്ങൾക്കൊരു ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ക്ലാസ് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഹർത്താൽ വരുമ്പോൾ അവർ ഒരു ദിവസം പോകും. അവർക്കല്ല അത് അഫക്റ്റ് ചെയ്യുന്നത്, ഞങ്ങളെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. വണ്ടികളിൽ നിന്നേക്കുള്ള അബ്സല്യൂട്ട്ലി ഫ്രീ, ഇന്നൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇത് തന്നെയാണ് അറ്റ്ലീസ്റ്റ് ഫോർ ദ ഹെൽത്ത് സേക്ക്. വർക്കിംഗ് ഡേയിൽ ലീവ് എടുക്കാന്നുള്ളത് പറ്റുന്ന കാര്യമല്ല. അപ്പം ഞാൻ 8:30 തൊട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നത്, ചെയ്തിട്ടൊരു ഓട്ടോ ജസ്റ്റ് കിട്ടാൻ വേണ്ടി. അപ്പോഴാണ് സർ വന്നത്. ക്ലാസ്സസ് ഇല്ല, ശരിക്കും അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ആണ്. നമുക്കൊരു നമ്മുടെ വീട്ടിൽ നിന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും ജനങ്ങളോടുള്ളൊരു അവഗണനയാണോ അതോ അവരെ അടിച്ചമർത്തുന്ന രീതിയിലാണ് പാർട്ടികൾ ഹർത്താൽ വെക്കുന്നത്? കഴിഞ്ഞ ഹർത്താലിനൊക്കെ ഞാൻ പത്രങ്ങളിലൊക്കെ വായിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വലിയ ഹെൽപ്ഫുള്ളാണ് സാധാരണ ജനങ്ങൾക്ക്. എല്ലാ തവണയും ഹർത്താൽ എനിവേസ് ഇറ്റ്സ് പെയിൻ ഫോർ ദ പബ്ലിക്. But as of now, we are taking it lightly and we are using the day for probably cycling and getting some exercise and seeing the lighter side and brighter side of things. കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു? ഹർത്താലിനും ബന്ദിനൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എനിക്ക് അറിയാം. സോ എങ്ങനെയായിരുന്നു അവിടെ? കോളേജിൽ പഠിക്കുമ്പോൾ നമുക്ക് വേറെ മുന്നോട്ടോ പിന്നോട്ടോ ചിന്തിക്കാനൊന്നുമില്ല. അപ്പോൾ എന്ത് എന്നുള്ളത് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അന്ന് അനുകൂലിച്ചിരുന്നു. തീർച്ചയായിട്ടും. കാരണം നമുക്ക് നമ്മുടെ പാർട്ടി നടത്തുമ്പോൾ നമ്മൾ അനുകൂലിക്കും, മറ്റേ പാർട്ടി നടത്തുമ്പോൾ നമ്മൾ പൊളിക്കാൻ നോക്കും. അത് സ്വാഭാവികമായിട്ട് അങ്ങനെയായിരുന്നു. പക്ഷേ കോളേജ് ഇറങ്ങിയതിന് ശേഷമാണ് നമുക്ക് സത്യം പറഞ്ഞാൽ എന്താണ് പബ്ലിക് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ എന്താണ് ആൾക്കാർക്ക് ആവശ്യം എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ അതിന് ഭയങ്കരമായിട്ട് എതിർപ്പാണ് ഇപ്പോൾ ഒരു പാർട്ടി. കാരണം ആർക്കും ഉപകാരമില്ല. ഇപ്പോൾ പാർട്ടികൾ അവകാശപ്പെടുന്നുണ്ടല്ലോ, ഒരു ഹർത്താൽ നടത്തി അത് വിജയിച്ചു, ആ സംഭവം ഈ ഹർത്താൽ നടത്തുന്നു അത് വിജയിക്കുന്നു എന്ന് പറയുന്നു എന്നല്ലാതെ ഇതുവരെ
ആ ഒരു രാഷ്ട്രീയ കൊലപാതകം നിന്നിട്ടുണ്ടോ? കണ്ണൂർ എന്ന് കേട്ടാൽ തന്നെ നമുക്കിപ്പോൾ ഇതാണ് ഒരു കൊലപാതകം എത്രയോ പണ്ട് മാഷെ സ്കൂളിൽ കയറിയിട്ട് വെട്ടിക്കൊന്നു, സ്കൂളിൽ കയറിയിട്ട് ചെറിയ കുട്ടികളുടെ മുന്നിൽ. അന്ന് തുടങ്ങിയ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ഇന്നും അതേ തന്നെ. അന്ന് കത്തിയും വടിവാളും, ഇന്ന് ബോംബായി, തോക്കായി, അത്ര വ്യത്യാസമേ ഉള്ളൂ. അതെ അതെ. ഇപ്പോൾ ഈ ദൃശ്യത്തിൽ അഭിനയിച്ചല്ലോ ഒരു പൊളിറ്റീഷ്യനായിട്ട്. അപ്പം അതിൽ ശരിക്കും ഏതെങ്കിലും പൊളിറ്റീഷ്യനുമായിട്ട് പോയി സംസാരിക്കുകയോ അദ്ദേഹത്തിന്റെ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? ഹോംവർക്ക് ഉണ്ടായിരുന്നോ? ഇല്ല. സത്യം പറഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു പ്രശ്നം, ഞങ്ങളൊക്കെ ഒരു ഇങ്ങനെ വളർന്നു വരുന്ന ഒരാൾക്കാരുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ആ സ്പോട്ടിലാണ് അറിയാൻ പറ്റുക എന്താണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം മാത്രം ആഫ്റ്റർ ദൃശ്യം എനിക്കറിയാം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് ആദ്യം പറഞ്ഞു തരും, സ്റ്റോറി ഇങ്ങനെയാണെന്ന് പറയും. അപ്പോൾ ദൃശ്യത്തിന് പിന്നെ ഒരു രഹസ്യ സ്വഭാവം ജിത്തു സാർ സൂക്ഷിച്ചിരുന്നു മൊത്തത്തിൽ ആ സ്റ്റോറിയുടെ ഒരു അതെ എന്താന്ന്, കാരണം അതിൻ്റെ ഒരു സുഖം ഉണ്ടായിരുന്നു കാണുമ്പോഴും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് പൊളിറ്റീഷ്യൻ ആണ് എന്ന് മാത്രമേ അറിയുള്ളൂ. നമുക്ക് ഞാൻ പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും നടത്തിയിരുന്നില്ല. കുറേ പൊളിറ്റീഷ്യന്മാരെ നമ്മൾ കാണുന്നതല്ലേ, എല്ലാവർക്കും ഒരേ സ്വഭാവമാണ്. ശരി. അപ്പം എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ബന്ദിനും ഹർത്താലിനും എഗൻസ്റ്റ് ആയിട്ട്? എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ഒരു യങ്സ്റ്റർ എന്നുള്ള നിലയിൽ കൊണ്ടുവരണമെന്ന്? എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ തൃശ്ശൂർ ഹൈവേയിൽ, തൃശ്ശൂർ ടു എറണാകുളം ഹൈവേയിൽ ടോൾ ബൂത്ത് ഉണ്ടല്ലോ, അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സമരരീതി ഉണ്ടായിരുന്നു. ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് അത് ചെയ്തത്, പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ 6 7 ഇതുണ്ട്, നമുക്ക് അവാർഡുണ്ട്. അതിൽ ഓരോ സ്ഥലത്തും ഇയാളും ഇയാളുടെ ഫ്രണ്ട്സും 50 രൂപയാണ് ചാർജ് ഉണ്ടായിരുന്നത്. അപ്പോൾ 50 രൂപയ്ക്ക് 50 പൈസയുടെ കോയിൻ കൊടുത്തു. അത് എണ്ണി തീർക്കാതെ അവിടുത്തെ റൂൾ അനുസരിച്ചിട്ട് അത് എണ്ണി തീർത്തിട്ട് ആണ് വിടാൻ പാടും. റോഡിൻ്റെ 2 സൈഡും ഭയങ്കര ബ്ലോക്കായി. അത് പോലീസൊക്കെ ഇടപെട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ അയാൾ റൈറ്റാണ്, അയാൾ 50 രൂപ കൊടുത്തു. പക്ഷെ 50 രൂപയുടെ കോയിനാണ് അയാൾ കൊടുത്തത്. അത് എണ്ണി തീരുന്നത് വരെ എല്ലാ റോയും ഫുൾ ബ്ലോക്കായി നിന്നു. അങ്ങനത്തെ രസകരമായ സംഭവങ്ങളാണ് ആരെയും വേദനിപ്പിക്കാതെ ആരെയും ഉപദ്രവിക്കാതെ നടത്തുന്നത്. അങ്ങനെയും പ്രൊട്ടസ്റ്റ് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും രസകരമായ പ്രൊട്ടസ്റ്റുകൾ നടത്തിയിട്ടുണ്ടോ? സത്യം പറഞ്ഞില്ല. ഞാൻ എന്താണെന്ന് വെച്ചാൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കിയതാണ്. അതെ. അപ്പോൾ അതിനുശേഷം സത്യം പറഞ്ഞാൽ ഞാൻ പ്രൈവറ്റായിട്ടാണ് പിന്നെ പഠിച്ചത്. അപ്പോൾ അങ്ങനെ പഠിച്ച സമയത്ത് PSMO തിരൂരങ്ങാടി എന്ന് പറഞ്ഞ കോളേജിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അവിടുന്ന് എന്നെ പുറത്താക്കിയതിനു ശേഷം പ്രൈവറ്റായിട്ട് പഠിച്ചതുകൊണ്ട് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ വേറൊരു ലോകത്തെത്തി. അതുകൊണ്ട് ഈ കലാ മേഖലയിലേക്ക് കടക്കുകയും പൊളിറ്റിക്കൽ മേഖല തീർത്തും വിടുകയും ചെയ്തു. കാരണം അത് കുറച്ച് വലിയ കേസായിരുന്നു. അപ്പോൾ വീട്ടുകാരും മൊത്തത്തിൽ അത് എനിക്ക് ഓപ്പോസിറ്റ് ചെയ്ത് എന്നെ ശരിക്ക് പിടിച്ചു നിർത്തി. അങ്ങനെ അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് നിൽക്കാൻ പറ്റിയിട്ടില്ല. പോലീസ് കേസ് അങ്ങനെ എന്തെങ്കിലും കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. അത് ശരി, വലിയ ഒരു വില്ലനായിരുന്നു ആ സമയത്ത്. അറിയില്ലല്ലോ, നമുക്ക് ചിന്തിക്കില്ല. ഇപ്പോഴത്തെ നമ്മളെ ഫ്രണ്ട്സിനോടൊക്കെ പറയാനുള്ളത്, ആ സെയിം ഏജിലുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറയാനുള്ളത് എല്ലാം ശുദ്ധ മണ്ടത്തരമാണ്. കാരണം ഇതൊക്കെ ആ കോളേജ് പഠിക്കുമ്പോൾ ഓരോരുത്തർ പിരികേറ്റുന്നതും ത്രില്ലും ഷൈൻ ചെയ്യാനുള്ള അവസരവും തെറ്റായ ബോധവും അവബോധമൊക്കെയാണ്. അതൊക്കെ മാറും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം ശരിക്കും മലപ്പുറംകാരനാണ് കൊച്ചിയിൽ ഇപ്പോൾ വന്നു അല്ലേ? ഇവിടുത്തെ പോലീസുകാരുടെ അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ഒരു സപ്പോർട്ടോ എന്തെങ്കിലുമൊക്കെ ലഭിച്ചിട്ടുണ്ടോ? മീഡിയക്കാരനായോണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ കണ്ട യങ്സ്റ്റേഴ്സിൽ ഇപ്പോൾ ഇവരെല്ലാവരും ഹർത്താലിനെ ഓപ്പോസിറ്റ് ചെയ്തിട്ട് പറയുന്നു. ഇപ്പോൾ ഇവരെയൊക്കെ മാക്സിമം പോലീസ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ നല്ല പോലീസ് തന്നെയാണ്. വളരെ വിരലെണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ ഇത്. കാരണം ഞാനൊരു ഉദാഹരണത്തിന് ചോദിച്ചാൽ നമ്മളെ തെറി വിളിക്കാനുള്ള റൂളൊന്നും പോലീസിനില്ല. ഇപ്പോൾ നമ്മൾ അമേരിക്കൻ പോലീസിനെയൊക്കെ കാണാം ചാനലിലും പ്രോഗ്രാംസിലൊക്കെ. അവർ നമ്മളോട് ഇപ്പോൾ കാറിൽ എന്തെങ്കിലും പ്രശ്നം നമ്മൾ ഉണ്ടായാൽ പോലും സർ പുറത്തേക്ക് ഇറങ്ങാനാണ് പറയുന്നത്. സർ വിളിച്ചിട്ട് വളരെ റെസ്പെക്ട്ഫുൾ. ഇവിടെ തെറിയല്ല, ഫസ്റ്റ് വരിക തെറിയല്ലേ, ഏതാളാണോ എന്താണോ നോക്കാതെ തെറി വരുന്നു. അപ്പോൾ അത്തരം കുറച്ച് പോലീസേ ഉള്ളൂ. പക്ഷെ ആ പോലീസ് കൂടെ നന്നായി കഴിഞ്ഞാൽ നല്ലൊരു ലോ ആൻഡ് ഓർഡർ വരും അല്ലേ? സേ നോ ടു ഹർത്താൽ അതുപോലെ തന്നെ കുറെ പോലീസുകാരുണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്യണം പോലീസ്, ശരിക്കും സപ്പോർട്ട് ചെയ്യണം പോലീസ്. നമുക്ക് കേട്ട് നോക്കാം. ഫുട്ടേജ് പ്ലീസ്. ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ ഏത് കാര്യങ്ങളാണെങ്കിലും പോലീസിന് സർവ്വവിധ പിന്തുണ ഉണ്ടായിരിക്കും. ഇക്കാര്യത്തിലും ഞങ്ങളുടെ പിന്തുണ ഉണ്ട്. കൊച്ചി സിറ്റി പോലീസ് അതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ജനങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന നടപടികളെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും കൊച്ചി സിറ്റി പോലീസ് ഒരുക്കിയിട്ടുണ്ട്. അതിനായിട്ട് പ്രത്യേകം ചെയ്തിട്ടുള്ള അത് ഞങ്ങളുടെ മേലധികാരികളുമായിട്ട് ആലോചിച്ചിട്ട് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരും. അവർക്ക് വേണ്ടി പ്രത്യേകം വേണമെങ്കിൽ മേലധികാരികളുമായിട്ട് ആലോചിച്ച് ചെയ്തു തരും. സോ അവർക്കെല്ലാം ഹെൽപ്ഫുൾ ആണ്. ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ എന്താണ്
ഇപ്പം ഒരുപാട് സിനിമാ താരം, സോറി ടു ഇൻട്രപ്റ്റ്, ഒരുപാട് സിനിമാ താരങ്ങൾ ഇപ്പം ജയസൂര്യ പോലെ കുഞ്ചാക്കോബൻ പോലെ അവർ വളരെ റെസ്പോൺസിബിൾ ആണ്. അവരുടേതായ രീതിയിൽ ചെറിയ രീതിയിൽ അവർ പ്രൊട്ടസ്റ്റ് കാണിക്കുന്നുണ്ട് അവർ ഈ കൊച്ചിയിൽ. അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എന്തായാലും ബേസ് നമ്മുടെ ഉള്ളിലുള്ള ഒരു സാധനം എന്തായാലും അവിടെ കിടക്കുമല്ലോ. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു പൊളിറ്റീഷ്യൻ ഉണ്ടായിരുന്നു. ശക്തമായ രീതിയിൽ ഞാനത് അന്നത്തെ കാലത്ത് പ്രതികരിച്ചതുകൊണ്ടാണ് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ വേറൊരു വഴിയിലേക്ക് എത്തിയെന്ന് മാത്രം. പക്ഷെ എന്തായാലും എൻ്റെ ബേസ് എൻ്റെ ഉള്ളിലുള്ള ഒരു സാധനം അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്നും എപ്പോഴും ഇപ്പം ഞാൻ ബസ്സിൽ യാത്ര ചെയ്തിരുന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു സ്ത്രീയുടെ നേർക്ക് ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ വെറുതെ ഒരു സീറ്റ് തർക്കം ഉണ്ടായാൽ പോലും ഞാൻ ഇടപെടും. കാരണം അത് എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്, അത് മാറാൻ കഴിയില്ല. അപ്പോൾ ജയേട്ടനായാലും ഇപ്പോൾ ചാക്കോച്ചനായാലും ഒക്കെ അവരുടെ ഒരു ക്യാരക്ടർ, ബേസ് ക്യാരക്ടർ അത്, അതിന് ഒരിക്കലും അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും, പ്രതികരിക്കാനുള്ളൊരു വാസന എപ്പോഴും ഉണ്ട്. എനിക്കും അത് നന്നായിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടായാൽ അതെൻ്റെ എനിക്കപ്പോൾ വരുന്ന ഭവിഷ്യത്തും കാര്യങ്ങളും നോക്കാതെ ചാടി ഇടപെടുന്ന ഒരു സ്വഭാവമുണ്ട്. അതുപോലെ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് ഇടപെടാൻ ഇപ്പോഴത്തെ എന്നെ അനുവദിക്കാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഫെയിം അത്രത്തോളം ആയിട്ടില്ലാത്തതുകൊണ്ട് മാത്രമാണ്. ആ ഒരു ഫെയിം ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമത്തിൽ ഞാൻ ചെയ്യും. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മളുടെ ഈ എവിടെ ഒരു ഇൻസിഡന്റ് പറഞ്ഞാൽ ഒന്ന് പ്രതികരിക്കണം എന്ന് തോന്നിയത്? പ്രതികരിക്കണം എന്ന് തോന്നിയ ഇപ്പോൾ ഒരുപാട് സാധ്യത ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഈ ടോൾ ബൂത്ത് മുതൽ, അത് ഏറ്റവും ചെറിയ കാര്യമാണ്, അത് മുതൽ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് പ്രതികരിക്കണം തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് ഒരു സമയത്ത് കൊച്ചിയിൽ നടക്കുന്നതെന്ന് തോന്നും. കാരണം റോഡിൻ്റെ അവസ്ഥയായാലും മറ്റ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലേ. ഓക്കെ, നമ്മളിപ്പം ഹർത്താലിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചാലും ആൾക്കാർ കേൾക്കുന്നത് സെലിബ്രിറ്റീസിൻ്റെ ഇതാണ്. ഇപ്പം ഒരുപാട് സിനിമാ നടിമാരുണ്ട്, TV ആങ്കേഴ്സ് ഉണ്ട്. അവരൊക്കെ ചെറുതായിട്ടൊന്ന് സംസാരിച്ചാൽ തന്നെ വലിയ രീതിയിൽ അത് മീഡിയക്കാരത് ബ്ലോ ഔട്ട് ചെയ്യും. അതുപോലെ അതൊരു നെഗറ്റീവ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. അവരെന്ത് പറയുന്നതും ഒരുപാട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു, അതിനെ വേറെ രീതിയിൽ കാണുന്നു എന്നുള്ളത്. എന്ത് പറഞ്ഞാലും സ്വീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പഴയ പോലെ ഇപ്പോൾ മമ്മൂക്കാരെ, ലാലേട്ടനെ കാണുമ്പോൾ ആൾക്കാർ ഓടി വരുന്നത് പോലെ ഇപ്പോൾ മറ്റ് പുതിയ യങ്സ്റ്റേഴ്സിനും കാണുമ്പോൾ അങ്ങനെ ഓടി വരുന്നൊന്നുമില്ല. ആ ഒരു ടൈം കഴിഞ്ഞു. ഇപ്പോൾ നമ്മളെ ചാനലിലൂടെ എപ്പോഴും കാണുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ എപ്പോഴും നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് ആര് പറഞ്ഞാലും, ഏത് കുട്ടി പറഞ്ഞാലും അത് സ്വീകരിക്കണം എന്നാണ്. കാരണം ഇപ്പോൾ ഐസ് ബക്കറ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സംഭവമുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിനേക്കാൾ അപ്പുറത്ത് എന്തൊക്കെ നടക്കാനുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ ഷാരൂഖ് ഖാൻ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ ഇങ്ങനെ അവരൊന്നും കേൾക്കാനും പോകുന്നില്ലാത്തതുകൊണ്ട് പറയാം. ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ, അമീർ ഖാൻ മുതൽ നമ്മളെ സൂര്യയും വിജയും വരെയുള്ള ആൾക്കാർ ഈ ഐസ് ബക്കറ്റ് എടുത്ത് തലയിൽ കമിഴ്ത്തി ഭയങ്കര സംഭവമാകുന്നു. ഈ സമയത്ത് ഇവരൊക്കെ ഈ ഡൽഹിയിലൊരു പീഡനം, വലിയൊരു നമ്മളെ നാടിനെ നാണക്കേടാക്കുന്ന ഒരു രീതിയിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യം. അതിനേക്കാൾ അപ്പുറത്ത് ഞാൻ അടുത്തറിഞ്ഞത് നമ്മുടെ ഷൊർണൂർ ട്രെയിനിൽ വെച്ചിട്ട് ആ പെൺകുട്ടി സൗമ്യ കൊല്ലപ്പെട്ട സമയത്ത് അയാളെ ഞാൻ ഇപ്പോൾ അടുത്ത് കണ്ടു. വാട്സപ്പിൽ എനിക്കൊരു പിക്ക് അയച്ചു തന്നു. അയാൾ വെളുത്ത് തുടുത്ത് സുന്ദരനായി, റിയലി അയാളൊരു ബോളിവുഡ് താരത്തിൻ്റെ ലുക്കായി മാറി. എങ്ങനെ പോയിരുന്ന ആളാണ്. അപ്പോൾ അയാൾക്ക് സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന അഡ്വക്കേറ്റ് വന്ന് വാദിക്കുന്നു, അത് അംഗീകരിക്കപ്പെടുന്നു. അയാൾക്ക് ജയിലിൽ സുഖവാസം കൊടുക്കുന്നു. ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ട്. എനിക്കുമുണ്ട് ഒരു സിസ്റ്റർക്ക് ഒരു മോളുണ്ട്, അവളും വളർന്നു വരുന്നതാണ്. എന്നെ ഏറ്റവും കൂടുതൽ എപ്പോഴും ഇതാകുന്നത്, ഇപ്പോൾ നമ്മൾ വായി നോക്കാറുണ്ട്, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, പക്ഷേ ഇത്തരം ഒരു സാഹചര്യത്തിൽ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ, തീർച്ചയായിട്ടും വല്ലാത്തൊരു പ്രഷർ വരും മനസ്സിൽ. ഇവരൊക്കെ അത്തരത്തിലൊരു സാധനമാണ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു എനിക്ക്. അല്ലാതെ ഐസ് തലയിൽ കമിഴ്ത്തിയോണ്ട് തലയിലെ ചൂട് പോകുന്നല്ലാതെ ലോകത്തിന്റെ ചൂട് പോവില്ല. ഓക്കെ, അപ്പം നമ്മൾ ഷോ വൈൻഡപ്പ് ചെയ്യുന്നതിനുമ്പോൾ ഒരു ചോദ്യം. ഇന്ന് നമ്മൾ TV ന്യൂ മിഷൻ കേരള സമിറ്റ് നടത്തുന്നു. അതിൻ്റെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു ഇൻസ്പയർ. സോ അനീഷിനെ എന്ത് തോന്നുന്നു, എങ്ങനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ആൾക്കാരെ ഒരു മീഡിയയിലൂടെ, അല്ലെങ്കിൽ മീഡിയ പേഴ്സൺ ആയത് എങ്ങനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും? നമുക്ക് എങ്ങനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഇൻസ്പയർ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് പറ്റുന്നതൊക്കെ ഉപയോഗിക്കാം. ഏത് മീഡിയ പറ്റുമോ, ഏത് മേഖല പറ്റുമോ, ഏത് രീതി പറ്റുമോ, അത്തരത്തിലൊക്കെ ഉപയോഗിക്കുക. ഇത്തരം ഒരു പ്രോഗ്രാം തീർച്ചയായിട്ടും അതിന് സഹായിക്കുന്ന. അനീഷിന്റെ വാക്കുകൾ ഡെഫിനറ്റ്ലി ഇൻസ്പയറിംഗ് ആണ്. ഏത് രീതിയിലും നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. താങ്ക് യു വെരി മച്ച് ജോയിനിങ് വിത്ത് മീ. So that was Anish. So amidst the silence on the streets and violence from the activists, ഇവിടെ യങ്സ്റ്റേഴ്സിന് ഒരുപാട് ആഗ്രഹമുള്ളൊരു കാര്യമുണ്ട്. ഏതൊരു ഹോളിഡേ കിട്ടിയാലും കുറച്ച് നേരം ഫൺ. സോ ടൈം ടു ഹാവ് സം ഫൺ. ബട്ട് ബിഫോർ ദാറ്റ്, ടേക്ക് എ സ്മോൾ ബ്രേക്ക്. TV New
proudly presents the Mission Kerala Summit, an annual vision dialogue assembling prominent leaders and personalities from across and outside Kerala in putting together a vision document for the state. This year, going by the theme, How Do We Inspire? Mission Kerala Summit 2014 will strive to inspire a new model of growth and development for Kerala. The event will be telecast live on TV News starting at 6 p.m. on the 2nd of September. Let's make good news. Mission Kerala Summit 2014 supporting sponsors. Making every moment beautiful. Vismay, my dream wear. എന്റെ മാഷ് ഒരു കൊളംബക്കട വാങ്ങിയാ പോരെ. കൊളംബോ കുടകൾ. Welcome back to Youngistan. We are live from the TV News studio. Twice the Bliss, music, acoustic drums and guitar and loads of fun. അതാണ് ഈ ബാൻഡിൻ്റെ ഹോൾ ഇൻറ്റൻഷൻ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് റോ മ്യൂസിക് വിത്ത് ഫോക്ക് ടൈപ്പ് സോങ്. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ടു യു ട്വൈസ് ദ ബ്ലിസ്. ചെക്ക് ദിസ് ഔട്ട്. ഞങ്ങൾ ബാക്ക് വാട്ടർ ബ്ലൂസ് എന്ന് പറഞ്ഞ ബാൻഡിലെ വോക്കൽസും ഡ്രമ്മറുമാണ് ഞാൻ. I'm driving you around in my car. I'm driving you faster, I'm driving you far. I like to change my point of view. I feel so lonely, waiting for you, but nothing ever. ഇത് ഞങ്ങളുടെ 2-piece പ്രോജക്റ്റ് ആണ്. ട്വൈസ് ദ ബ്ലിസ് എന്നാണ് ഈ പ്രോജക്റ്റിൻ്റെ പേര്. I wonder why. Yesterday you told me about a blue, blue sky, and all that I can see is just a yellow lemon tree. Turning my head up and down, turning around, and all that I can see is just a yellow lemon tree. ഇപ്പോൾ എല്ലാവരും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ലൈവ് മ്യൂസിക്കാണ്. അൺപ്ലഗ്ഡ് ആണെങ്കിലും 2-piece കേൾക്കാൻ നല്ല ലയമാണ്. Sitting here on this sofa, I like to go out, taking a shower. There's a heavy cloud inside my head. I feel so lonely, waiting for you, but nothing ever happened. And I wonder. ഇത് അക്കോസ്റ്റിക്കിൻ്റെ ഫീല് അത് അക്കോസ്റ്റിക്കിനെ കിട്ടുള്ളൂ. ഞങ്ങളൊരു വീഡിയോ വരുന്നുണ്ട് ഉടനെ. അപ്പോൾ അതിൻ്റെ പ്രമോ ഇറക്കിയിട്ടുണ്ട്. ഉടനെ വീഡിയോ റിലീസ് ചെയ്യുന്നതാണ്. All right, that's it for today. ഇവിടെ we listen to the young, we speak to the young, and we think young. Until tomorrow, stay young, stay happy. Thank you for watching.